നമസ്കാരം. നമ്മൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളെ കുറിച്ചൊക്കെ നമ്മൾ ആശങ്കാകുലരാണ്. കേരളത്തിൽ ശക്തമായ രണ്ട് തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ കഴിഞ്ഞു. ഒന്ന് വയനാട്ടിലെയും ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. ഇനി ഒരെണ്ണത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് 20-ാം തീയതിക്ക് വേണ്ടിയിട്ട്. അപ്പം അതിനുവേണ്ടിയുള്ള അശ്രാന്തമായ കാത്തിരിപ്പിനിടയിൽ നമുക്ക് മഹാരാഷ്ട്രയിലേക്ക്, കാര്യം പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ ദിവസം തന്നെ മഹാരാഷ്ട്രയിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അവിടെ മഹായുതിയും മഹാവികാസ് അഘാഡിയും തമ്മിൽ ശക്തമായ ഒരു മത്സരമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയുന്ന തരത്തിലാണ്. ഏറെക്കുറെ കാര്യങ്ങൾ മഹാവികാസ് അഘാഡിക്ക് അനുകൂലമാണെങ്കിൽ തന്നെയും ചില പടലപ്പിണക്കങ്ങൾ കാരണം അവിടെയും ചില ബന്ധങ്ങൾ, മുന്നണി ബന്ധത്തിൽ ചില ഉലച്ചിലുകൾ ഉണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള മത്സരമാണ് മഹാവികാസ് അഘാഡിയും മഹായുതിയും തമ്മിലുള്ള. മഹായുതിയെക്കുറിച്ച് നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവിടെ ഭരിച്ച് കുളമാക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവമൊക്കെ അറിയാം. അതിനിടയ്ക്ക് ഛത്രപതി ശിവജിയുടെ പ്രതിമ ഉരുണ്ട് താഴെ വീണു. അപ്പോൾ അവിടെ പോയി എന്നിട്ട് നരേന്ദ്രമോദി മാപ്പ് പറഞ്ഞു പൊതുജനത്തോട്. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിമ രാഷ്ട്രീയമാണല്ലോ എപ്പോഴും BJP മുന്നിൽ നിന്നുകൊണ്ട്. പ്രതിമയുണ്ടാക്കിയാൽ അവിടെ വികസനം ഉണ്ടായി എന്നുള്ളതാണ്. വികസനം പ്രതിമകളിലേക്ക് എന്ന് പറയുന്ന പുതിയൊരു മുദ്രാവാക്യം തന്നെ നമ്മുടെ സർക്കാർ, കേന്ദ്ര സർക്കാർ രൂപീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. പ്രതിമയുടെ ഉയരം കൂടുന്നതനുസരിച്ച് അവിടെ വികസനത്തിൻ്റെ വളർച്ചയും കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലെ ഈ രണ്ട് മുന്നണികൾ തമ്മിലുള്ള തെരഞ്ഞെടുപ്പിനിടയിൽ നമ്മൾ കളഞ്ഞു പോകുന്ന, വിട്ടുപോകുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ചെറിയ പാർട്ടികളുണ്ട്, പ്രാദേശിക പാർട്ടി. മഹാരാഷ്ട്രയിൽ മാത്രമുള്ള ചില പ്രാദേശിക പാർട്ടികളുണ്ട്. അപ്പോൾ അത്തരം പാർട്ടികൾക്ക് വളരെ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. 288 മണ്ഡലങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ചെറിയ പാർട്ടികൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഇനി ഏത് മുന്നണി അവിടെ വിജയിച്ചിരുന്നാലും, മഹായുതി ആവട്ടെ മഹാവികാസ് അഘാഡി ആവട്ടെ, ഏത് മുന്നണി വിജയിച്ചിരുന്നാലും വലിയ ഭൂരിപക്ഷമൊന്നും ഉണ്ടാകാതെ തരത്തിലായിരിക്കും മുന്നോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ ഭരണം എന്ന് പറയുന്ന രീതിയിൽ നിലനിർത്തിക്കൊണ്ടു പോകണമെന്നുണ്ടെങ്കിൽ ഈ ചെറു പാർട്ടികളുടെ സഹായം കൂടിയേ തീരൂ. അതായത് ഈ ചെറു പാർട്ടികളെ നമുക്ക് വേണമെങ്കിൽ മഹാരാഷ്ട്രയിലെ കിങ് മേക്കേഴ്സ് എന്ന് തന്നെ വിളിക്കേണ്ടി വരും. അപ്പോൾ ആ രീതിയിലുള്ള കുറച്ച് പാർട്ടികളുണ്ട്. അതായത് അസറുദ്ദീൻ ഒവൈസിയുടെ ഒരു പാർട്ടിയുണ്ട്, ആൾ ഇന്ത്യ മജ്ലിസ് ഇത്തേഹാദുൽ മുസ്ലിം എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട്. അതായത് AIM എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട്. പിന്നെ അതോടൊപ്പം രാജ് താക്കറയുടെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട്. പ്രകാശ് അംബേദ്കറുടെ വഞ്ചിത് ബഹുജൻ അഘാഡി എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട്. അതോടൊപ്പം മറാത്ത സംവരണ പ്രക്ഷോഭ നേതാവായ മനോജ് പാട്ടീൽ പിന്തുണയ്ക്കുന്ന കുറേയധികം സ്ഥാനാർത്ഥികളും അവിടെ മത്സര രംഗത്തുണ്ട്. ഇതെല്ലാം ഒഴിവായി നിൽക്കുന്ന അല്ലെങ്കിൽ ചെറിയ പാർട്ടികളാണ്. എന്നാൽ ഈ ചെറിയ പാർട്ടികൾക്ക് എത്രത്തോളം പ്രാധാന്യം അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഈ പറയുന്ന AIMIM എന്ന് പറയുന്ന പാർട്ടി, അതായത് അസറുദ്ദീൻ ഒവൈസിയുടെ ആ പാർട്ടി ഏറെക്കുറെ 16 സീറ്റുകളിൽ ഉണ്ടായിരുന്നു. 19-ൽ 44 സീറ്റുകളിൽ മത്സരിച്ച ഒരു പാർട്ടിയാണ് എന്ന് നമുക്കറിയാം. അതായത് ഇവരെല്ലാം കൂടെ ഏകദേശം 2019 തന്നെ 29 സീറ്റുകളിൽ അവർ വിജയിച്ചിരുന്നു. അതോടൊപ്പം ഇത്തവണ അവർക്ക് 30 സീറ്റുകളാണുള്ളത്. അതിൽ 63 സ്ഥലങ്ങളിൽ ഇവരുടെ ഒരു പ്രാധാന്യമാണ് ചെറു പാർട്ടികളുടെ. കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ അവർ വിജയിച്ച സീറ്റുകളുടെ എണ്ണം 29 സീറ്റുകളായിരുന്നു. അപ്പോൾ ഇത്തവണ 30 സീറ്റുകളിൽ അവർ മത്സരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 63 സ്ഥലങ്ങളിൽ 63 മണ്ഡലങ്ങളിൽ അവർ 2ാം സ്ഥാനത്തുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വിട്ടുകളയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെറിയ പാർട്ടികൾക്ക് അവരുടേതായ ഒരു വലിയ പ്രാധാന്യം ഇവിടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ട്. അത് നമുക്ക് വിട്ടുകളയാൻ കഴിയില്ല. അപ്പം അതോടൊപ്പം ഇതെങ്ങനെ ബാക്കിയുള്ളവർക്ക് ഭീഷണിയായിത്തീരുന്നു എന്നുള്ളത് നോക്കാം. ഏകദേശം ചില മണ്ഡലങ്ങൾ നമ്മൾ നോക്കിയാൽ 4 ലക്ഷത്തോളം വോട്ടർമാരും, ചിലയിടത്ത് 3 ലക്ഷത്തോളം വരുന്ന വോട്ടർമാർ, ഏകദേശം 3-നും 4 ലക്ഷത്തിനും ഇടയിൽ നിൽക്കുന്ന വോട്ടർമാരാണ് ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ഉള്ളത്. അപ്പോൾ അവിടെ ഒരു 60% പോളിംഗ് നടന്നാൽ തന്നെ ഏകദേശം 2.5 ലക്ഷം വോട്ടുകളായിരിക്കും അവിടെ പോൾ ചെയ്യപ്പെടാൻ. 60% എന്നുള്ള കണക്ക് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു 2.5 ലക്ഷം വോട്ടുകൾ അവിടെ വീഴാൻ സാധ്യതയുണ്ട്. ഇതിലേറിയ പങ്കും പിടിക്കാൻ സാധ്യതയുള്ളത് ഈ ചെറിയ പാർട്ടികളാണ്. കാര്യം ഈ 60% പോളിംഗിൽ കൂടുതൽ പങ്കും വരുന്ന വോട്ടുകൾ പിടിച്ചു വാങ്ങാനുള്ള ഒരു സാധ്യത ഇവർക്കാണുള്ളത്. ഇപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ AIMIM എന്ന് പറയുന്ന പാർട്ടി, അതായത് ആൾ ഇന്ത്യ മജ്ലിസ് ഇത്തേഹാദുൽ മുസ്ലിം എന്ന് പറയുന്ന ഈ ഒരു പാർട്ടി ഏറ്റവും കൂടുതലുള്ളത് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട വോട്ടുകൾ, അവിടെ ഒരു വലിയ ഭിന്നിപ്പുണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഭിന്നിപ്പുണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ
തീർച്ചയായും അത് ഏത് പാർട്ടിയായിരിക്കും ബാധിക്കുക എന്നുള്ളത് നമുക്ക് അറിയാം. ഏത് മുന്നണിയാണ് ബാധിക്കുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതായത് മഹാവികാസ് അഘാഡിയെ തന്നെയാണ് ബാധിക്കാൻ പോകുന്നത്. മഹാവികാസ് അഘാഡിയുടെ വലിയൊരു ശതമാനം വോട്ട് ബാങ്കുകൾ ഈ പറയുന്ന AIMIM എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് വന്ന് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ പിണക്കി നിർത്താനും പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാര്യം മുസ്ലിം വോട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ കൂടെ പിന്തുണ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വിഘടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയുള്ള ശ്രമമാണ് നടത്തുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 19 സീറ്റുകളിൽ അവർ മത്സരിച്ച് 44 സീറ്റുകളിലായിരുന്നു അവർ മത്സരിച്ചത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന OWൈസിയുടെ ഈ പാർട്ടി തീർച്ചയായും മുന്നോട്ട് വെക്കുന്ന ചില ഉപാധികളോട് കോൺഗ്രസ് അല്ലെങ്കിൽ മഹാവികാസ് അഘാഡിയാണ് വിജയിക്കുന്നതെങ്കിൽ അവർ അംഗീകരിച്ചേ പറ്റൂ എന്നുള്ളൊരു സ്ഥിതിവിശേഷമുണ്ട്. അതോടൊപ്പം തന്നെ രാജ് താക്കറെയുടെ പാർട്ടിയായ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന, അതായത് MNS എന്ന് പറയുന്ന പാർട്ടിയുണ്ട്. അപ്പോൾ ഇത് സത്യത്തിൽ ആർക്കാണ് ഭീഷണി വരുന്നത്? മഹായുതിക്ക് ഭീഷണിയാണ്. BJP ഷിൻഡെ വിഭാഗത്തിൻ്റെ ഷിൻഡെയുടെ ശിവസേനയുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ താക്കറയുടെ അല്ല, നമ്മുടെ പവാറിൻ്റെ, അജിത് പവാറിൻ്റെ NCPയും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന 3 പാർട്ടികൾ ചേരുന്നതാണല്ലോ ഈ മഹായുതി എന്ന് പറയുന്ന സഖ്യം. ഇതിന് ഭീഷണിയെ ഉയർത്തുന്നതാണ് MNS, മഹാരാഷ്ട്ര നവനിർമ്മാണ സേന എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മുംബൈ മേഖലകളിൽ ഇത് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തിലാണ്. അതായത് ഇവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മുംബൈ മേഖലകളിൽ ഈ MNS എന്ന് പറയുന്ന പാർട്ടി, രാജ് താക്കറയുടെ ഈ പാർട്ടി അവിടെ നിന്ന് മത്സരിക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പം അതിൽ നമുക്ക് അതിൻ്റെ ഒരു നോക്കിക്കഴിഞ്ഞാൽ 25 സീറ്റുകളിൽ മത്സരിക്കുന്നു. അതിൽ 12 സീറ്റുകൾ ഷിൻഡെ വിഭാഗത്തിൻ്റെ ശിവസേന മത്സരിക്കുന്നു. 10 സീറ്റുകളിൽ അവിടെ BJP മത്സരിക്കുന്നു. അപ്പോൾ BJPയുടെ വോട്ടുകളിലെ വിള്ളലുണ്ടാക്കാനും ഈ പറയുന്ന ചെറു പാർട്ടിക്ക് സാധിക്കുന്നുണ്ട്. അപ്പം ഈ രീതിയിൽ 2 പാർട്ടികളിലേക്കും അല്ലെങ്കിൽ ഈ പറയുന്ന മഹായുതിയിലും മഹാവികാസ് അഘാഡിയിലും വിള്ളലുണ്ടാക്കാൻ വേണ്ടി ഒരു വലിയ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെ ഈ ചെറു പാർട്ടിക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പം മഹാവികാസ് അഘാഡിയിൽ ഈ പറയുന്ന AIMIM എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ മഹായുതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ MNS എന്ന് പറയുന്ന പാർട്ടിക്കും വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരായിരിക്കും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കണം ഇത് ഭരിക്കേണ്ടത് എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവമുള്ള നീക്കങ്ങളാണ് പല ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കാര്യം ഏകദേശം 60% പോളിംഗ് നടന്നാൽ തന്നെ ഓരോ മണ്ഡലത്തിലും ഏറെക്കുറെ 2.5 ലക്ഷത്തോളം വോട്ടുകളാണ് വീഴാൻ സാധ്യതയുള്ളത്. ഈ വോട്ടുകളിൽ എത്ര വോട്ടുകൾ ഈ ചെറു പാർട്ടികൾ പിടിക്കുന്നു എന്നുള്ളതും നമ്മൾ കാണേണ്ടതുണ്ട്. അത് അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഒരുപക്ഷെ മഹാരാഷ്ട്രയിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ പരമാവധി പിണക്കാതെ, ഇവരെ വോട്ടുകളിൽ നിന്ന് വലിയ വിള്ളൽ വീഴാതെ, അല്ലെങ്കിൽ ഇവരെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമായിരിക്കും ഏത് മുന്നണിയും അവിടെ നടത്തേണ്ടി വരിക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.